ഗൈസ് അങ്ങനെ ഫൈനലി ഡ്രാഗൺ ബോൾ സൂപ്പർ തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ നടന്ന ആ ഒരു ഇവന്റിൽ ഡ്രാഗൺ ബോൾസ് റിലേറ്റഡ് ആയി ഒരുപാടധികം അപ്ഡേറ്റ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഡ്രാഗൺ ബോളിന്റെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. അതിലൊന്ന് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പറിന്റെ റീമേക്കിനെ കുറിച്ചും, രണ്ടാമത് ഡ്രാഗൺ ബോൾ സൂപ്പർ ആ ഒരു ഗാലക്റ്റിക് പെട്രോൾ അല്ലെങ്കിൽ മോറോ ആർക്കിനെ കുറിച്ചും, പിന്നെ ഡ്രാഗൺ ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട് അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചും, ലാസ്റ്റ് ഡ്രാഗൺ ബോൾ ഡൈമയും അല്ലെങ്കിൽ മാങ്കിയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായും നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡ്രാഗൺ ബോൾ സൂപ്പറിന്റെ അവസാനം വന്നത് എന്താണെന്ന് അറിയാമോ? ആ ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലി മൂവിയാണ്, അതായത് 2018. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വരും, അതിനുശേഷം നമ്മുടെ ബീസ്റ്റ് ഗോഹാന്റെ മൂവി വന്നില്ലേ എന്ന്. യഥാർത്ഥത്തിൽ ബീസ്റ്റ് ഗോഹാന്റെ മൂവി ഒരു തട്ടിക്കൂട്ട് മൂവിയാണ്. കാരണം അതിനു മുൻപ് ഒരുപാട് സംഭവങ്ങൾ മിസ് ചെയ്തിട്ടാണ് നമ്മുടെ ബീസ്റ്റ് ഗോഹാന്റെ മൂവി വന്നത്. അതുകൊണ്ട് ഒരു ഓർഡർ പ്രകാരം പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രോലി മൂവി വരെയാണ് ഡ്രാഗൺ ബോൾ സൂപ്പർ വന്നിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് ഒരു ദിവസം ഡ്രാഗൺ ബോൾസിന്റെ ഭാഗത്ത് നിന്നും ഒരു അപ്ഡേറ്റ് വരുന്നു. അതായത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അന്ന് കിട്ടിയത്. ഡ്രാഗൺ ബോളിന്റെ ഭാഗത്ത് നിന്നും ഒരു പുതിയ സീരീസ് വരാൻ പോകുന്നു. ആ സമയത്ത് എല്ലാവരും, അതായത് ഞാനടക്കം എല്ലാവരും അത്രയധികം ഹാപ്പിയായി. കാരണം നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് ആ ഒരു മോറോ ആർക്ക് ആനിമേഷനായി വരുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ നമ്മളൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് അവിടെ വന്നത് നമ്മുടെ ഡ്രാഗൺ ബോൾ ഡൈമയാണ്. അങ്ങനെ ഡ്രാഗൺ ബോൾ ഡൈമയും കഴിഞ്ഞ് ഫൈനലി ഡ്രാഗൺ ബോൾ സൂപ്പറിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ നമുക്ക് വലിയൊരു അപ്ഡേറ്റ് കിട്ടി. ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഡ്രാഗൺ ബോൾ സൂപ്പർ റീമേക്കിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, ഡ്രാഗൺ ബോൾ സൂപ്പർ റീമേക്ക് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഓൾറെഡി ഡ്രാഗൺ ബോൾ സൂപ്പർ അത്യാവശ്യം നല്ല രീതിയിലാണ് ആനിമേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇത് റീമേക്ക് ചെയ്യുന്നത്? ഡ്രാഗൺ ബോൾ Z കഴിഞ്ഞ് ഡ്രാഗൺ ബോൾ സൂപ്പർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ബീറുസ് എർത്തിലേക്ക് വരുന്നു, നമ്മുടെ ഗോക്കു സൂപ്പർ സൈൻ ഗോഡ് ആകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആദ്യം ഡ്രാഗൺ ബോൾ സൂപ്പറിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു റീമേക്ക് വരുന്നത് ഈ ഒരു ബീറുസിന്റെ ആർക്കാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, ഡ്രാഗൺ ബോൾ സൂപ്പർ ബീറുസ് എന്നൊരു ടൈറ്റിലും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ട്രെയിലറും നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ട്രെയിലറിൽ ആനിമേഷനൊക്കെ കിടിലനായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പഴയ ആനിമേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാടധികം ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അങ്ങനെ ബീറുസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇത് റീമേക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഡ്രാഗൺ ബോൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ ആനിമേഷനും അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം മാങ്കയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ആനിമേഷനിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പല സമയത്തും ഈ ഒരു മാങ്കയും അതുപോലെ തന്നെ ആനിമേഷനൊക്കെ വെച്ച് നോക്കിയാൽ ഒരു ഓർഡർ ഉണ്ടാകില്ല. അങ്ങനെ ഇവർ എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ, അതായത് ഓൾറെഡി ആനിമേഷനായി ഇറങ്ങിയ നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിൽ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ റീമേക്ക് ചെയ്ത് പുതിയൊരു ആനിമേഷനിൽ ഇവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിന്റെ വെറും ഒരു തുടക്കമാണ് ഡ്രാഗൺ ബോൾ സൂപ്പർ ബീറുസ്. അതായത് ആദ്യം ബീറുസിന്റെ ഒരു ആർക്ക് വരും, അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സ് 6 ചാമ്പ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചു. പിന്നെ ഒരു ടൂർണമെന്റ് ഓഫ് പവർ വരെ ആയിരിക്കാം ഇവർ മുഴുവനായും റീമേക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നമ്മുടെ ഫ്യൂച്ചർ ട്രെങ്ക്സ് ആകെയില്ലേ, അതായത് നമ്മുടെ ഗോക്കു ബ്ലാക്കിന്റെ ആ ഒരു ആർക്ക്, അതിൽ നമ്മുടെ ആനിമേഷനെക്കാളും മാങ്കയാണ് കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു മാങ്ക അതുപോലെ ആനിമേഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാങ്ക വായിക്കാത്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനും സാധിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനിവിടെ സ്പോയിലർ ആക്കുന്നില്ല. ഞാൻ ഈ ഗോക്കു ബ്ലാക്കിന്റെ മാങ്കയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മുൻപ് കരുതിയിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ആനിമേഷനായി വരുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമില്ല. അതുപോലെ തന്നെ അവസാനം ഒന്നും കൂടി പറയാം, നമ്മുടെ ഡ്രാഗൺ ബോൾ സീക്കായി എന്ന് പറഞ്ഞ് റീമേക്ക് ചെയ്ത് വന്നില്ലേ, അതുപോലെ തന്നെ ഓൾറെഡി ഇറങ്ങിയ ഡ്രാഗൺ ബോൾ സൂപ്പർ ആണ് റീമേക്ക് ചെയ്ത് പുതിയൊരു രീതിയിൽ കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഡ്രാഗൺ ബോൾ സൂപ്പർ ബീറുസ്. ഇനി ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഈ ഒരു സൂപ്പർ റീമേക്ക് ചെയ്ത് ഒരു ടൂർണമെന്റ് ഓഫ് പവർ വരെ എത്തിയതിനു ശേഷം അതിന്റെ കണ്ടിന്യൂ ആയിട്ട് ഗാലക്റ്റിക് പെട്രോൾ സാഗയിലേക്കും പോകും. ഗാലക്റ്റിക് പെട്രോൾ സാഗ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ആ ഒരു മോറോ ആർക്ക് തന്നെ ഓൾറെഡി മാങ്ക പോലെ തന്നെ റീമേക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് ഗാലക്റ്റിക് പെട്രോളിലേക്ക് അതിന്റെ ഒരു കണ്ടിന്യൂ ആയിട്ട് തന്നെ ആ ഒരു ഫ്ലോയിൽ പോകാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ വർഷം 2026 അവസാനത്തോടെ ആ ഒരു ബീറുസിന്റെ ആർക്ക് റീമേക്ക് ചെയ്ത് വരും. പിന്നെ ഒരു 2 കൊല്ലം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ മോറോ ആർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്താലും ഓൾറെഡി ഇറങ്ങിയ സംഭവങ്ങളൊക്കെ മാങ്ക പ്രകാരം കിടിലൻ ആനിമേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം ഞാൻ
ഇവിടെ എടുത്തു പറയാം. ഈ ഒരു ഗാലക്റ്റിക് പെട്രോളിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹാൻസ് സിമർ ആണ്. പുള്ളിക്കാരനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പല മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളും ചെയ്തത് പുള്ളിക്കാരനാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു കിടിലൻ സാധനം പ്രതീക്ഷിക്കാം. നിങ്ങൾ ആ ഒരു ബീറൂസിന്റെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഓക്കെ ഇനി നമുക്ക് ഡ്രാഗൺ ബോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസിന്റെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ 80% ആൾക്കാരും ഇതിന്റെ ഗെയിംസും കാര്യങ്ങളും കളിക്കുന്നവരല്ല. പക്ഷെ എന്നിരുന്നാലും ഡ്രാഗൺ ബോൾസിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനൊരു അപ്ഡേറ്റ് വന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചോ. ഡ്രാഗൺ ബോളിന്റെ ഭാഗത്ത് നിന്നും പുതിയൊരു ഗെയിം വരാൻ പോകുന്നു. ഏജ് 1000 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഒരു പ്രൊജക്റ്റും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് അടുത്ത വർഷമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇത് PC ഗെയിം ആണോ മൊബൈൽ ഗെയിം ആണോ എന്ന് ഇവർ കൺഫേം ചെയ്തിട്ടില്ല. പൊതുവെ PC ഗെയിംസ് ആണ് വരാറുള്ളത്. എന്നാൽ പല റൂമേഴ്സും പറയുന്നത് ഇത് മൊബൈൽ ഗെയിം ആവാനും ചാൻസ് ഉണ്ട് എന്നാണ്. ഞാൻ പൊതുവെ PC ഗെയിംസും കാര്യങ്ങളൊന്നും കളിക്കാറില്ല. മൊബൈൽ ഗെയിം ആണെങ്കിൽ അത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സ്മാർട്ട് ഫോണിൽ കളിക്കാൻ പറ്റിയ ഡ്രാഗൺ ബോൾസിന്റെ 2 ഗെയിംസ് എന്ന് പറയുന്നത് ഡ്രാഗൺ ബോൾ ലെജൻഡ്സും അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ ഡൊക്കണുമാണ്. ഡ്രാഗൺ ബോൾ ലെജൻഡ്സ് ഞാൻ കുറച്ചുനാൾ കളിച്ചിരുന്നു. ഡ്രാഗൺ ബോൾ ലെജൻഡ്സ് കളിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം. നമുക്ക് പറ്റുമെങ്കിൽ ആ ഒരു ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതിനുശേഷം ഡ്രാഗൺ ബോൾസിന്റെ മൊബൈലിൽ കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ഉണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗെയിം ആയിരുന്നു. പക്ഷെ അത് ഇന്ത്യൻ സെർവറിൽ അവർ ഇറക്കിയില്ല. പിന്നെ ഡ്രാഗൺ ബോൾസിന്റെ കുറച്ച് PC ഗെയിംസ് ഉണ്ട്. അതായത് ഓൾറെഡി ഇറങ്ങിയ ഗെയിം തന്നെയാണ്. അതിന് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഡ്രാഗൺ ബോൾ സ്പാർക്കിംഗ് സീറോ ആ ഗെയിംസിൽ പുതിയ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ അപ്ഡേറ്റ്സും നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഇത്രയൊക്കെ അപ്ഡേറ്റ് ആണ് ഈ ഒരു ഇവന്റിൽ പ്രധാനമായും നമുക്ക് കാണിച്ചു തന്നത്. ഇനി ഡ്രാഗൺ ബോൾസിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കാം. ഡ്രാഗൺ ബോളിന്റെ മാങ്ക റിലേറ്റഡ് ആയിട്ടോ അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ ഡൈമയെ കുറിച്ചോ ഈ ഒരു ഇവന്റിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഡ്രാഗൺ ബോൾ മാങ്കയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഒന്നും തന്നെ നമുക്ക് കാണിച്ചു തന്നതുമില്ല. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല, ഡ്രാഗൺ ബോൾ സൂപ്പർ തന്നെ വരുന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യം. എന്നാൽ മാങ്കയെ പോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ ഡ്രാഗൺ ബോൾ ഡൈമയുടെ സീസൺ 2 അല്ലെങ്കിൽ പുതിയൊരു മൂവി എന്നൊക്കെ ആയിരുന്നു. ഞാനടക്കം കുറച്ച് പേരെങ്കിലും ഡ്രാഗൺ ബോൾ ഡൈമയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാകും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഡ്രാഗൺ ബോൾ ഡൈമ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഡ്രാഗൺ ബോൾ കണ്ടു കഴിഞ്ഞവർക്ക് അറിയാം, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ അവസാനിച്ചത്. അപ്പോൾ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനൊരു സംഭവം ഡ്രാഗൺ ബോൾ ഡൈമയുടെ ഒരു മൂവിയിലൂടെയോ അല്ലെങ്കിൽ ഡ്രാഗൺ ബോൾ ഡൈമ സീസൺ 2 നമുക്ക് കാണിച്ചു തരേണ്ടതായിട്ടുണ്ട്. ഇത് ഡ്രാഗൺ ബോൾസിന്റെ ഭാഗത്ത് നിന്നും കാനോണായി ഒഫീഷ്യൽ ആയിട്ട് വന്ന ഒരു സീരീസ് ആണ്. ഡ്രാഗൺ ബോൾ സീക്കും സൂപ്പറിനും ഇടയിൽ നടക്കുന്ന ഒരു സീരീസുമാണ്. നമുക്ക് പൊതുവെ ഒരുപാട് സംശയങ്ങൾ വരും. ഡ്രാഗൺ ബോൾ സീ കഴിഞ്ഞ് നമ്മുടെ ഗോക്കു സൂപ്പർ സൈൻ 4 മാറുന്നു. പിന്നീട് നടക്കുന്ന ഡ്രാഗൺ ബോൾ സൂപ്പറിൽ എന്തുകൊണ്ട് നമ്മുടെ ഗോക്കു സൂപ്പർ സൈൻ 4 മാറിയില്ല? ഇത് തന്നെ ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രാഗൺ ബോൾ കാനോൺ ആണെന്ന് പറഞ്ഞാലും സത്യത്തിൽ ഇത് കാനോൺ ആണോ നോൺ കാനോൺ ആണോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ ശരിക്കും എന്തിനാണ് ഇറക്കിയതെന്ന് അറിയാമോ? ഇത് മറ്റൊരു യൂട്യൂബർ ഞാൻ പറയുന്നത് കേട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും അറിയില്ല. അതായത് ഈ ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ ഇല്ലേ, അത് ആനിമേഷനായി വരുന്നതിന് 3 ആൾക്കാരുടെ പെർമിഷൻ ആവശ്യമുണ്ട്. ഒന്ന് നമ്മുടെ ഷുയിഷ, അക്കിയോക്കു, ടോയ് ആനിമേഷൻ. ഇതിൽ ഷുയിഷയാണോ അക്കിയോക്കു ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവരിൽ ആരിലോ ഒരാൾക്കാണ് ഈ ഒരു മാങ്ക ആനിമേഷൻ ആക്കാനുള്ള റൈറ്റ്സ് ഉള്ളത്. അക്കിറ ടോറിയാമയാണ് ഇത് ക്രിയേറ്റ് ചെയ്താലും ഇത് ആനിമേഷൻ ചെയ്യാൻ ഇവരുടെ പെർമിഷൻ വേണം. അപ്പോൾ മുൻപ് ഇവരാണെങ്കിൽ ഈ ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ ആനിമേഷൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കാലം നമ്മളൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മുടെ അക്കിറ ടോറിയാമ നമ്മളൊക്കെ വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാകാം ഡ്രാഗൺ ബോൾ ഡൈമ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതായത് ഈ ഒരു സീരീസ് നമുക്ക് ഇറക്കി തന്നിട്ടുണ്ടാവുക. ഇതിന്റെ സത്യാവസ്ഥ ശരിക്കും അറിയില്ല. എന്നാൽ ഇങ്ങനൊരു സംഭവം കേട്ടു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അവസാനം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഈ ഡ്രാഗൺ ബോൾ സൂപ്പർ, അതായത് ഈ സീരീസും മാങ്കയുടെ ഒക്കെ ഒരു ചെറിയൊരു ഓർഡർ ഞാൻ പറഞ്ഞു തരാം. അതായത് പലർക്കും ഇതൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള സംഭവമാണ്. അതായത് കറക്റ്റ് മാങ്കയും സീരീസും ഒരു ഓർഡറിലാണ് ഞാനിവിടെ പറയുന്നത്. ടൂർണമെന്റ് ഓഫ് പവർ വരെ നമ്മുടെ മാങ്കയിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ആനിമേഷൻ എങ്ങനെയാണോ അത് രണ്ടും ഒരുപോലെയാണ് കൊണ്ടുപോയത്. അതിന്റെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ബ്രോലി മൂവി. എന്നാൽ നമുക്ക് ആനിമേഷനായി നോക്കിക്കഴിഞ്ഞാൽ ബ്രോലി മൂവി കഴിഞ്ഞിട്ട് ആ ഒരു ബീസ്റ്റ് ഗോഹാന്റെ മൂവിയാണ് വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വരേണ്ടത് ബീസ്റ്റ് ഗോഹാന്റെ മൂവി അല്ല. അതായത് മാഗയുടെ ഓർഡർ പ്രകാരം, അതായത് ആ ഒരു ബ്രോലി മൂവി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വരാനിരിക്കുന്ന ആ ഒരു ഗാലക്റ്റിക് പെട്രോൾ ഇല്ലേ, അതായത് മോറോ ആർക്കാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. മോറോ ആർക്ക് കഴിഞ്ഞ് ഗ്രനോളയുടെ ആർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഗ്രനോള എന്ന ക്യാരക്ടർ വരുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് വരും. ഗ്യാസ് വന്നതിന് ശേഷം അവസാനം നമ്മുടെ ബ്ലാക്ക് ഫ്രീസ വരെ വരും. അങ്ങനെ ബ്ലാക്ക് ഫ്രീസ വന്നതിന് ശേഷമുള്ള അടുത്ത മാങ്കയിലെ ആർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. അതായത് നമ്മുടെ ഗോഹാൻ, സെയ്യ
സയ്യാമാൻ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ഹീറോ ആയി മറ്റുള്ളവരെ രക്ഷിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും അതുപോലുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ അത് കണ്ടിന്യൂ ആയി അതിന്റെ ഇടയിലാണ് ആ ഒരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ പുറത്തേക്ക് വരുന്നു, സെൽമാക്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഗോഹാൻ ബീസ്റ്റ് ഫോമിൽ മാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ മോറോ, ഗ്രനോള, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്, ഇതൊക്കെ പെൻഡിങ്ങിൽ വെച്ചാണ് നമുക്ക് ആ ഒരു ബീസ്റ്റ് ഗോഹാന്റെ മൂവി വന്നത്. ഇത് ഞാനൊരു മാങ്കയുടെ ഓർഡറിലാണ് കറക്റ്റ് പറഞ്ഞത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീസ്റ്റ് ഗോഹാൻ മൂവി കഴിഞ്ഞ് ഈ ഒരു ഗാലക്റ്റിക് പെട്രോൾ സാഗ, അതായത് ഈ ഗാലക്റ്റിക് പെട്രോളിന്റെ ആർക്ക് നടക്കും. അതായത് നമ്മുടെ മോറോ ആർക്ക് നടക്കും. മോറോ ആർക്കിൽ നമ്മുടെ ഗ്രനോള വരുന്ന സമയത്ത് എല്ലാവർക്കും ഡൗട്ട് വരും, ഗോഹാൻ എന്തുകൊണ്ട് ബീസ്റ്റ് ഫോമിൽ മാറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഡറിൽ കൊണ്ടുപോകാമെന്ന് കരുതിയാകാം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഡ്രാഗൺ ബോൾ ഇറങ്ങി, അതായത് ആ ബീറുസിന്റെ തൊട്ട് ഇത് മുഴുവനായും മാങ്ക പ്രകാരം ഒരു ഓർഡറിൽ പോകാനുള്ള ഒരു പ്ലാൻ ഇവർക്കുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡ്രാഗൺ ബോൾസിനെ കുറിച്ച് അത്യാവശ്യം ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ബോൾസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഡ്രാഗൺ ബോൾ ആനിമി നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് അത്ര വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ ഈ ചാനൽ വന്നത് നിങ്ങൾക്കറിയാം ഡ്രാഗൺ ബോളിലൂടെയാണ്. അതുകൊണ്ട് ഡ്രാഗൺ ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവം വന്നാലും നമ്മൾ ഈ ഒരു ചാനലിൽ എന്തായാലും ചെയ്തിരിക്കും. ഈ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കുറച്ച് ആൾക്കാർ ഡ്രാഗൺ ബോളിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡ്രാഗൺ ബോൾ ഫാൻസ് എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പറ്റുമെങ്കിൽ ചാനൽ ഹൈപ്പും കമന്റും ഒക്കെ ചെയ്ത് മാക്സിമം മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.